നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ബ്രിട്ട വാട്ടർ ഫിൽട്ടർ ജഗ്ഗാണ്. അധികം പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഈ സിറ്റിയിലും ഒക്കെ ക്ലോറിൻ വാട്ടർ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് വാട്ടർ ഫിൽട്ടർ. വെച്ചിരിക്കുന്നത് ഒരു 3.5 ലിറ്ററിൻ്റെ ഒരു ജഗ്ഗാണ്. ആമസോൺ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഈ ഒരു 3.5 ലിറ്ററിൻ്റെ ഒരു ജഗ്ഗ് വരും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഫിൽട്ടർ യൂണിറ്റ് ഉണ്ട്. ഇതിനകത്താണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാട്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൂടെയാണ് ഫിൽട്ടർ ആയി വെള്ളം താഴെ നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമായിട്ട് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് സിമ്പിളായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫിന് ഒരു ശകലം കുറവ് നമ്മൾ ടാപ്പ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാട്രിഡ്ജ് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ലൂസ് പൗഡർ പോലെ. അപ്പോൾ ഇത് നമ്മളൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഈ കോമ്പൗണ്ട് സെറ്റ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് പോകണം. അപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് വെള്ളം അകത്ത് കയറി എന്നുള്ള രീതിയിൽ ഷെയ്ക്ക് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒരു 3 to 5 മിനിറ്റ്സ് ഇങ്ങനെ വെക്കുക. അപ്പോഴത്തേക്ക് ആ അകത്തെ കോമ്പൗണ്ട്സ് എല്ലാം ഒന്ന് സെറ്റായി ഫിൽട്ടറായി വരും. അതിനുശേഷം നമുക്ക് ഈ വെള്ളം മാറിയിട്ട് ഫിൽറ്ററിലൂടെ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച്, അപ്പോൾ ആദ്യം വെച്ച വെള്ളം മാറ്റിയിട്ട് നമ്മൾ ഫിൽറ്റർ യൂണിറ്റ് അതിൻ്റെ അകത്ത് കാട്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഒരു 1 or 2 ഫിൽട്ടർ ചെയ്ത് നമുക്ക് മാറ്റാം. എന്നിട്ട് 3rd ടൈം തൊട്ട് നമുക്ക് ആവശ്യത്തിനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെറ്റിലിങ്ങിനും ആ ഇമ്പ്യൂരിറ്റീസ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. താഴെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സമയം റെഗുലർ ഒരു ടൈമിംഗ് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം താഴെ വന്ന് സെറ്റിലാവും. എന്നിട്ട് ഇതുപോലെ ഈ പ്രോസസ്സ് ഒരു 2 വട്ടം കണ്ടിന്യൂ ചെയ്യുക. 3rd ടൈം തൊട്ട് ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലിഡിൽ നമ്മൾ കാണുമ്പോൾ ഒരു മെനു വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഡയലും ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാട്രിഡ്ജ്, നമുക്ക് ഈ പാക്കറ്റിൻ്റെ കൂടെ ഒരു 3 പീസ് എക്സ്ട്രാ അഡീഷണൽ കാട്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അത് മാറേണ്ട നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാട്രിഡ്ജ് മാറേണ്ടത് ഈ പെർസെൻറ്റേജ് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കാണുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.